ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രണ്ട് പ്ലീറ്റഡ് ആയിട്ടൊരു കുർത്തിയുടെ ഡിസൈനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡൻ ഷുഗർ ബീഡ്സ്, പിന്നെ ഇതുപോലത്തെ ബ്ലാക്ക് കട്ട് ബീഡ്സ്, ഈ ഒരു സെറി ത്രെഡ് 404 ആണ് നമ്പർ, പിന്നെ പേൾസും, പിന്നെ ഈ രണ്ട് ആങ്കറിൻ്റെ ത്രെഡ് ചിക്കു ഷെയ്ഡും റെഡ് ഷെയ്ഡുമാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്കിൻ്റെ പാറ്റേൺ. ഈ ഒരു പോർഷനിൽ മാത്രമാണ് വർക്ക് വരുന്നത്. ഇതിൻ്റെ താഴോട്ട് പ്ലീറ്റ്സ് ആണ് കേട്ടോ വരുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു സ്റ്റെം പോർഷനിലൂടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ സെറി ത്രെഡ് ഇതുപോലെ എടുത്തിട്ട് നോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റെമ്മിലൂടെ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നീഡിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് എടുക്കുവാണ്. ഇതേപോലെ എടുത്തിട്ട് ആ സെയിം പോയിൻറ്റിലേക്ക് തന്നെ ആ നീഡിലൊന്ന് താഴ്ത്തി കൊടുക്കുകയാണ്. താഴ്ത്തി കൊടുത്തിട്ട് ത്രെഡ് നമ്മൾ ഫുള്ളായിട്ട് വലിക്കില്ലേ, ഇതുപോലെ പിടിച്ച ശേഷം കുറച്ച് ഫ്രണ്ടിലായിട്ട് നീഡിൽ പൊക്കിയെടുക്കുക. എന്നിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിലോട്ട് നീഡിൽ കടത്തിയ ശേഷം വലിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സെറി ത്രെഡ് ആയതുകൊണ്ട് ചെയിൻ സ്റ്റിച്ച് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചൊന്ന് നന്നായിട്ട് വലിച്ചു പിടിച്ചാൽ നമുക്ക് ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റെമ്മിലും അതുപോലെ തന്നെ ലീഫിൻ്റെ ബോർഡർ പോർഷൻ ഉണ്ടല്ലോ അവിടെയും ഈ ഒരു സ്റ്റിച്ച് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന നീഡിൽ നമ്പർ 9 ആണ് കേട്ടോ. സെറി ത്രെഡ് ചെയ്യാനായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ആ ലൂപ്പ് ഒരേപോലെ കിട്ടാനായിട്ട് നന്നായിട്ട് വലിച്ചു കൊടുത്ത് ഇതുപോലെ വലിക്കുമ്പോൾ നന്നായിട്ട് വലിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ലൂപ്പ് കിട്ടുവേ. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ ഡിസൈൻസ് വേണം ആദ്യം ട്രൈ ചെയ്യാനായിട്ട്. എന്നിട്ട് വലിയ വലിയ ഡിസൈൻസ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് പഠിച്ച ശേഷം എന്തെങ്കിലും ചെറിയ ഡിസൈൻസ് വരച്ച് നോക്കുക. എന്നിട്ട് അതിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഏത് സ്റ്റിച്ചും ഏത് ഡിസൈനിലും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ലീഫിൻ്റെ ഇൻസൈഡ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ നീഡിൽ ഇതുപോലെ എടുക്കുവാണ്. എന്നിട്ട് ഒരു 3 ഷുഗർ ബീഡ്സ് ആണ് ഞാൻ ഒരുമിച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ ലീഫ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ലീഫിൻ്റെ ഷേപ്പിൽ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് വേണം ബീഡ്സ് എടുക്കാനായിട്ട്. ചിലപ്പോൾ 2 എണ്ണം വേണ്ടി വരും, ചിലപ്പോൾ 3 ആയിരിക്കും, ചിലപ്പോൾ 4 ആയിരിക്കും. അത് ലീഫിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഡിഫറൻസ് വരുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന നീഡിൽ നമ്പർ 12 ആണ്. ഇനി അടുപ്പിച്ചുള്ള ഒരു 3 ലീഫ് വരുന്നുണ്ട്. അപ്പോൾ ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് ഇതുപോലെ നീഡിലെടുത്തിട്ട് ഒരു 3 ഷുഗർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ചെരിച്ച് വെച്ചിട്ട് ആ ലീഫ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ആങ്കറിൻ്റെ ത്രെഡ് ഇതുപോലെ നോട്ട് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സർക്കിളിൻ്റെ കുറച്ച് ഇൻസൈഡിൽ നിന്ന് നീഡിൽ ഇതുപോലെ എടുത്തിട്ട് ത്രെഡ് നമുക്കിതുപോലെ പിടിച്ച് 2 തവണ ചുറ്റിയിട്ട് സർക്കിളിൻ്റെ ബോർഡറിലേക്ക് താഴ്ത്തി കൊടുക്കുകയാണ്. അപ്പം നമ്മൾ വിരൽ ഇതുപോലെ പിടിച്ചാൽ ഒരു കറക്റ്റായിട്ടൊരു ലൂപ്പ് കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം അടുത്ത റിംഗ് നോട്ട് ചെയ്യാനായിട്ട്. നമ്മൾ റിംഗ് നോട്ട് ഫ്ലവർ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരേപോലെ പെറ്റൽ കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കൈ കൊണ്ടൊന്ന് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പെറ്റൽസ് ഈവനായിട്ട് തന്നെ കിട്ടുന്നതാണ്.
ഇനി ആ ചിക്കു ഷെയ്ഡ് വെച്ചിട്ടും കൂടെ നമ്മൾ ഇതേപോലെ ഫ്ലവർ ചെയ്യുന്നുണ്ട്. ഓൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സിൻ്റെ കളേഴ്സ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വന്നിരിക്കുന്ന ആ കുഞ്ഞു ഫ്ലവർ ചെയ്യാനായിട്ട് നീഡിലെടുത്തിട്ട് നമുക്ക് അതിലേക്കൊരു പേൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ പേളിൻ്റെ 5 വശത്തേക്കുമായിട്ട് നമുക്ക് ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 ഷുഗർ ബീഡ് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ ഷുഗർ ബീഡ്സിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്ന സ്പേസ് ഇല്ലേ, അവിടെ നമ്മൾ ഓരോ കട്ട് ബീഡ് സ്റ്റിച്ച് ചെയ്യണം. ബ്ലാക്ക് കട്ട് ബീഡ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആ ബ്ലാക്ക് കട്ട് ബീഡ് കുറച്ച് ഗ്ലിറ്ററിങ് ആയിട്ടുള്ളതാണ്. ഈ ഒരു സെയിം കളർ ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഷൈനിങ് നമുക്ക് കുർത്തി ഇടുമ്പം കാണാൻ പറ്റുന്ന പോലെയാണ് കേട്ടോ ആ ഒരു ബീഡ്. അത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള കട്ട് ബീഡാണ്. ഇനി ആ ത്രെഡ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ നടുക്കും കൂടെ നമുക്ക് പേൾസൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്കാറ്റർ ചെയ്ത് നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഷുഗർ ബീഡ്സും അതുപോലെ കട്ട് ബീഡ്സും ഒക്കെ ഈ ഒരു രീതിയിൽ അതൊന്ന് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടി ഇതേ രീതി ചെയ്ത് കൊടുക്കാം. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ കുർത്തിയുടെ ലുക്ക് വരുന്ന ഇതുപോലെയാണ്. അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.